വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് വെച്ച് ശത്രുത, നിങ്ങളോട് ആര് ശത്രുത കാണിച്ചാലും, അയൽവാസികളൊക്കെ ഓരോ ശത്രുത കാണിച്ചെന്നൊക്കെ പറയത്തില്ലേ? ഞങ്ങളുടെ വീട്ടിൽ കുപ്പി കിട്ടി, ആന കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അതുകൊണ്ട് കടലിൽ കളയാൻ പറയും, അല്ലെങ്കിൽ തൊട്ടിക്കളയാൻ പറയും. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം അപ്പം നിങ്ങളും വിശ്വസിക്കുന്നു അതിലെന്തോ മണ്ണാങ്കട്ട ഉണ്ടെന്ന്. അതാണ് പ്രശ്നം. ഇപ്പം ആൻറ്റി ആയിപ്പോവത്. ഇപ്പം നിങ്ങളെ ഉടനെ എന്തെങ്കിലും ക്ഷുദ്രമാം എന്തോ തകിട എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയും അയ്യോ അതുകൊണ്ട് കടക്കള, ഒഴുക്ക് തൊട്ടിക്കള, ഒഴുകി എവിടെയെങ്കിലും പോട്ടത്, ഏതെങ്കിലും രാജ്യത്ത് പോട്ടെന്ന് പറയും. ദാറ്റ് മീൻസ് യു ആർ ഓൾസോ ബിലീവിങ് ദാറ്റ് ദർ ഇസ് സംതിങ് ഈവിൾ സ്പിരിറ്റ് വർക്കിംഗ് ഇൻ ഇറ്റ്. അതാണ് പ്രശ്നം. നേരെ ഓപ്പോസിറ്റ് വരും. അത് നമ്മുടെ വിശ്വാസികളോട് ഇത് എന്ത് ചെയ്യണമെന്ന് പറയാത്ത കാരണം വിശ്വാസികൾ ഇതുപോലുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് പരിഹരിച്ചു കൊറോണ വരഞ്ഞ ബാക്കിയും. അപ്പോഴിതൊന്നും വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും. എല്ലാ തിന്മകളിൽ നിന്നുമാണ്, അല്ലാതെ എല്ലാ തിന്മകളിൽ നിന്നും ആണ് ഈശോ ദൈവം സമസ്തവും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ 15:26-27 1 കൊറിന്ത്യൻസിൻ്റെ 1 കൊറിന്ത്യൻസ് 15:26-27 എന്താണ്? ദൈവം സമസ്തവും എന്ന് പറഞ്ഞേ അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പൊ നിന്റെ ആഭിചാരവും തകടും മന്ത്രവാദവും ക്ഷുദ്രവും എലസും എല്ലാം ആളുടെ പാദത്തിന്റെ കീഴിലാണ്, യേശുക്രിസ്തുവിൻ്റെ. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം പ്രഖ്യാപിക്കണം. എങ്ങനെ പ്രഖ്യാപിക്കണം? എന്തെല്ലാം തരത്തിൽ പ്രഖ്യാപിക്കാവൂ? വചനം എഴുതി വെച്ച് പറഞ്ഞ് പ്രഖ്യാപിക്കാം ഇല്ലേ? ചിലരുടെ വീടുകളിലൊക്കെ ഞാൻ വചനം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണല്ലോ? ആ വചനം ആവർത്തിച്ച് പറയാൻ വേണ്ടി, പറഞ്ഞ് പ്രഖ്യാപിക്കാൻ. വചനം പറഞ്ഞ് പ്രഖ്യാപിക്കാം. ആ വചനം എടുത്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ശത്രുദോഷം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും 16-17 നിങ്ങൾ DTP എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് അടുക്കളയെ അങ്ങോട്ട് ഒടിച്ച് വെക്കൂ. എന്താ കാര്യം? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 18 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല. അതാണ് ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ല ശത്രുക്കളുടെ ചെയ്യത്തിലല്ല വിശ്വസിക്കുന്നത്. ആണോ? നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കണത്? ഈശോയിലാണോ വിശ്വസിക്കുന്നത്? ശത്രുക്കളുടെ ചെയ്യത്തിലാണോ വിശ്വസിക്കുന്നത്? അപ്പോൾ എന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവേ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലെ മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ശത്രുക്കളുടെ പ്രവർത്തനങ്ങളില് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്. ഓർക്കുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടാ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. ജ്ഞാനസ്ഥാനം ഇവിടുത്തെ അമ്മയടുത്ത് എന്താ വൈദികൻ ചോദിക്കണത്? നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ എല്ലാ ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നു. എന്നിട്ട് എന്താ ചോദിക്കുന്നതിൻ്റെ കാരണം? യേശുക്രിസ്തു വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ വിശ്വാസത്തിൻ്റെ മേലും അന്ധവിശ്വാസങ്ങളുടെ മേലും ആഭിചാര വിശ്വാസങ്ങളുടെ മേലും അവൻ വിജയം വരിച്ചവനാണ്. കാരണം എന്താണ്? അവൻ വിശ്വസിക്കുന്നവൻ മരണത്തെ വിജയം വരിച്ചവനാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ 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 മക്കളെ, രോഗമുള്ള എല്ലായിടത്തും കൈവെക്കണം. നിങ്ങൾ ശിരസ്സിന് രോഗമുള്ളവര്, ഉദരത്തിന് സിസ്റ്റുള്ളവര്, ഗർഭാശയത്തിന് സിസ്റ്റുള്ളവര് അടിവയറ്റി കൈവെക്കണം. മക്കളില്ലാത്തവരും അടിവയറ്റി കൈവെക്കണം. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഈ മേഖലയിൽ നമുക്കുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസത്തെ കൈവെക്കാം. നീരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൈവെക്കാം. രക്തസ്രാവ രോഗികൾ, മൂത്രം വിട്ടുപോകുന്നവരും മൂത്രം വിട്ടുപോകാത്തവരും ഒക്കെ അടിവയറ്റി കൈവെക്കേണ്ടതാണ്. മൂത്രം അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട്, മൂത്രം പോകാതെ ഇരിക്കുന്നവരുണ്ട്, മലം പോകാതിരിക്കുന്നവരുണ്ട്. അടിവയറ്റി കൈവെക്കേണ്ടതാണ്.
ആയിരങ്ങളെ സുഖപ്പെടുത്തിയ അമ്മ പ്രത്യക്ഷപ്പെട്ട അടുത്താറയിലെ ദിവാരാധന നടക്കുന്ന ഒരു മുഹൂർത്തമാണിത്. ആ ഒരു ബോധം നിനക്കുണ്ടാവണം. ശരീരമാസകന വേദനയും വിസർപ്പവും സോറിയാസിസും ത്വക്കലർജിയൊക്കെ ഉള്ളവർ കൈ ശരീരം മുഴുവൻ ഇങ്ങനെ സ്വസ്തിക പോലെ പിടിച്ച് മൊത്തം ബോഡി കർത്താവിനെ ഏൽപ്പിക്കണം. ഹൃദയത്തിന് വേദനയും അതുപോലെ തന്നെ അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ ഉള്ളവരെ നെഞ്ചിൽ കൈവെക്കണം. ഗർഭിണികളെ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് അസുഖമുള്ളവരല്ലേ, പൊടിക്കുഞ്ഞുങ്ങളൊക്കെ പലതരത്തിലുള്ള അസുഖം അനുഭവിക്കുന്നവർ, ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നവരും ദൂരം ഉണ്ടെന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങളെ കൈവെക്കണം. ആ ഹൃദയത്തിലൂടെ കൈവെക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, ഒരു കുഴപ്പമില്ല. വിശ്വാസപ്രമാണം അറിയാൻ പാടില്ലാത്തവർ യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു, ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചു, ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. അത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു, ഞാനത് പ്രഖ്യാപിക്കുന്നു. നിനക്ക് അത്ഭുതം കാണാൻ പറ്റും. വിശ്വാസപ്രമാണം അറിയാവുന്നവരത് ചെല്ലണം. അറിയാൻ പാടില്ലാത്തൊരുത്തരെ പറഞ്ഞാൽ മതി, യേശു കർത്താവാണ് പറഞ്ഞേ, യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോണ്ട് ഉയർപ്പിച്ചു, ദൈവം ഉയർപ്പിച്ചതുപോലെ, ദൈവം യേശുക്രിസ്തു ഉയർപ്പിച്ചതുപോലെ, അത് വിശ്വസിക്കുന്ന ഞങ്ങളുടെയും ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. മക്കളെ, എല്ലാ മേഖലകളിലും കൈവെക്കുക. നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗമുള്ളവരെ കിഡ്നിയിൽ കൈവെക്കണം. അച്ചപരിചയിക്കണ പോലെ നടുവേദനയുള്ളവർ നടുവിൽ കൈവെക്കണം. മക്കളെ സന്തോഷത്തോടെയും വിശ്വാസത്തോടെ കേൾക്കണം. ഉറക്കമില്ലാത്തവരെ ഞാൻ കാണുന്നുണ്ട്. പ്രഷർ കയറിയവരെയും ഷുഗർ കയറിയവരെയും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വെറുതെ നിരറങ്ങി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, തിമിരം കയറിയവരെ, കട്ടക്സിൻ്റെ അസുഖമുള്ളവരെ, മുക്കിന് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരെ, അവിടെയെല്ലാം കൈവെക്കുക. മുക്കിൽ ദശ വളരുന്നവർ കൈവെക്കുക. ചെവിൻ്റെ പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവരെ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. സ്പോണ്ടിലോസിസിൻ്റെ അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവെക്കുക. കർത്താവേ, നിന്നെ ഞാൻ നിങ്ങളെ രക്ഷകനായി ഏറ്റു പറയുന്നു. ശരി കർത്താവേ, ഈ നിമിഷം ഓരോ മക്കൾ ഓരോ വിഷയത്തിൽ കൈവച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ ഇടത് കൈ വലത് കൈ ചുവട്ടിൽ നാടിയിലെ ഇടത് കൈ കൊണ്ട് പിടിച്ച് കർത്താവിന് കൈ ഏൽപ്പിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്നവരെ ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ നാടി പിടിച്ച് കർത്താവെ എൻ്റെ കൈയിനെ ആശീർവദിക്കണമേ എന്ന് പറയണം. എല്ലാ പരീക്ഷകളും നിൻ്റെ കഴിവിനേക്കാളുപരി കർത്താവിൻ്റെ കൃപയിൽ നിന്നെ സഹായിക്കാൻ പോകുന്ന സ്വർഗം തുറക്കുന്ന വലിയ നിമിഷമാണ്. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം. കുടുംബസമാധാനം ഇല്ലാത്തവരും ഭാര്യ ഭർത്താവ് അകന്നു പോകാൻ പോകുന്നവരും, വസ്തുവും വീടും നഷ്ടപ്പെട്ടവരും, വസ്തുവില്ലാത്തവരും, സ്ഥലമില്ലാത്തവരും, വസ്തുവും വീടും ഇല്ലാത്തവരെ, ജോലിക്ക് വേണ്ടി പ്രശ്രമിക്കുന്നവർ, ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ എല്ലാവരെയും സ്വച്ഛ പ്രാർത്ഥിക്കും. ജോലി നഷ്ടപ്പെട്ടവരെ, പലതരത്തിലുള്ള ഗ്രൂപ്പിസവും വഴക്കുമൊക്കെ നിൽക്കുന്ന കാരണം പ്രതികാരത്തോടുകൂടി നിൻ്റെ ജോലിയിൽ നിന്നെ ഡീപ്രമോട്ട് ചെയ്തവർക്ക് വേണ്ടി നീ കർത്താവിനൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇപ്പോഴനേകം മക്കളെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ, എൻ്റെ കർത്താവെ, നീ ആരെയും കൈവിട്ട് കളയരുത്. കർത്താവെ, ഞങ്ങൾ അങ്ങനെ വചനത്തെ വിശ്വസിക്കുന്നു. കർത്താവെ, ഹെബ്രായർ 13:5 പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ
അവഗണിക്കുകയില്ല. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ കർത്താവേ, നിന്റെ തിരുമറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ കർത്താവേ, നിന്റെ തിരുമറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരുന്നോ ലേപനവും അല്ല കർത്താവേ, മരുന്നോ ലേപനവും അല്ല കർത്താവേ, അങ്ങയുടെ വചനമാണല്ലോ കർത്താവേ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത് കർത്താവേ. നിന്റെ തിരുമറുവാർ വലതുകരം കർത്താവേ, സന്ധിബന്ധങ്ങളിലെ മാംസപേശികളിലെ രക്തഞരമ്പുകളിലെ ശരീരകോശങ്ങളിൽ കർത്താവേ, നിന്റെ രക്തത്തിൻ്റെ മുദ്രമായി പതിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അസ്ഥിപിണ്ഡങ്ങൾ, വാതരോഗികൾ കർത്താവേ, യേശുവിൻ്റെ കിടപ്പ് രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. അവരെ താങ്ങുന്നവർ കർത്താവേ, അവരെ പരിചരിക്കുന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടമുള്ളവർ, ഫാക്ടറികളിൽ നിന്ന് പോയവരെ, കടകൾ പൂട്ടിപ്പോയവർ, കടക്കാർ കർത്താവ് വളയുന്നവർ, ജപ്തി നടപടി വന്നവരെ, ലേലത്തിലായിപ്പോയവർ, വസ്തു ലേലത്തിലായിപ്പോയവർ കർത്താവ്, മക്കൾക്ക് ജോലി കിട്ടാത്തവർ കർത്താവ്, അവർക്ക് വിസ റെഡിയാകാത്തവർ, അവർ ലിവിങ് ഓർഡർ റെഡിയാകാത്തവർ കർത്താവ്, വർക്ക് പെർമിറ്റ് കിട്ടാത്തവർ കർത്താവ്, പാസ്പോർട്ട് എക്സ്പയർ ആകാൻ പോകുന്നവർ, വിസ കിട്ടാത്തവർ കർത്താവ്, വിസയുടെ അപ്ഡേറ്റ് കർത്താവ് അത് കാലഹരണപ്പെടാൻ പോകുന്നവരെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അങ്ങനെ വിശുദ്ധമായ വലത്തുകരം കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം ശക്തിപ്രകടനെ കർത്താവ് ശിരസ്സിൽ കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം, മാർഗരോഗങ്ങള് കർത്താവിന്റെ വിശുദ്ധ രക്തം ശിരസ്സിൽ കർത്താവ് തളിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് 35 വർഷം അടുപ്പിച്ച പരിശുദ്ധ കൃപയുടെ ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തില് കർത്താവെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാർഗരോഗങ്ങള്, വേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള്, കോടതി കേസുകള്, പോലീസ് കേസുകള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ഒരുമിച്ച് പാടുക. ഇത്ര നല്ല ദൈവത്തോട് കർത്താവേ, ആരുടെയെങ്കിലും പ്രാർത്ഥനകളെ കർത്താവേ ആൾത്താറയിൽ അനുസ്മരിക്കപ്പെട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരെ ഇപ്പൊ തുടങ്ങണം. ആരുടെയെങ്കിലും പ്രാർത്ഥനകൾ കർത്താവേ ആൾത്താറയിൽ അനുസ്മരിക്കപ്പെട്ടിട്ടില്ലെന്ന് തോന്നണവരെ, വേദനിക്കുന്നവരെ ഇപ്പോൾ തുടരണവരെ, മക്കള് ദുർനടപ്പിൽ പോയവര്, ഭർത്താവ് ദുർനടപ്പിൽ പോയവര്, ഭാര്യ സംശയ രോഗികള്, മാനസിക രോഗികള്, എല്ലാ തരത്തിലും കർത്താവ് സാമ്പത്തിക യേശുവിന്റെ നാമത്തില് 10,000ങ്ങള് കർത്താവേ, ഈ നിമിഷം കർത്താവേ ആരാധ്യ പങ്കെടുക്കുന്ന 10,000ങ്ങളുടെ വലിയ പ്രാർത്ഥനയുടെ ശക്തിയാണ് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്നു. Touch with the fire finger, soak with the precious blood, command you, the name of Jesus Christ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഇതാ കർത്താവായ ഈശോ ആശീർവദിക്കുകയാണ്. അതിന് കാഴ്ച കൊടുത്തവൻ ആശീർവദിക്കുന്നു. ഈ ചാനലിലൂടെ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവനുടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങള്, വിദേശ നിയോഗ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരെ, തത്സമയം നിയോഗം ടൈപ്പ് ചെയ്യുന്നവരെ, അനേകം പേര് ബഹുമാനം ജോസഫിട്ടുണ്ടെങ്കില് കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന വലിയ നിമിഷമാണത്. ഈശോയെ സകലനാഥവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്പർശിക്കണമേ, ഈശോയെ സ്പർശിക്കണമേ.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇരിക്കുക. ഇവിടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരിക്കുക. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കിട്ടിയില്ല എങ്കിലും ദർശനത്തിൽ അത് വരുന്നുണ്ട്. അവരെ കർത്താവ് പരിഗണിക്കുന്നു എന്നുള്ളതും അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ നിത്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൻ്റെ വിശ്വാസത്തെ ക്രമീകരിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം കർത്താവ് നിനക്ക് ചേർത്ത് നൽകുമെന്ന് ഈശോ പറഞ്ഞത്. ബാക്കിയെല്ലാം ചേർത്ത് നൽകാം. കണ്ണുകളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. വലത് കണ്ണിനെ ഇരുട്ട് കയറിയവരും കണ്ണടഞ്ഞു പോകുന്നവരും കണ്ണിൻ്റെ പിരികെ വെക്കുക അറിയാതെ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ കർത്താവ് സ്പർശിച്ചതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവർ, 2 ചെവിയിൽ എപ്പോഴും ഫോൺ ഉപയോഗിക്കേണ്ട ജോലി ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ, അത് ജോലിയാണ്. പക്ഷേ അത് ജോലിയാണെങ്കിലും അതിൻ്റെ പേരിൽ അവർക്ക് ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾ വന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. രാജപ്പനാറൊക്കെ ചേർത്തിട്ടാണ് ഒരു പേര് വരുന്നത്. പൊക്കമുള്ള ഒരു മനുഷ്യന് കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അത് തന്നെ ഇടത് ചെവിയുടെ താഴെയുള്ള മസിലല്ല, നമ്മുടെ തോളിൻ്റെ മസിലേയും ചതഞ്ഞ ഒരു ആക്ഷൻ ഇല്ലാത്തവർ, അതിൻ്റെ മൂലം കൈ പൊക്കാൻ പറ്റാത്തവരെ കർത്താവ് ആശീർവദിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരെ ഇനി 8 ദിവസമേ ഉള്ളല്ലോ എന്നാണ് പറയണത്. 8 എഴുതി കർത്താവ് കാണിക്കുന്ന ടൈം പീസ് കുറേ സംഭവങ്ങൾ, അത് ഇനി 8 ഉള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. എസ് എന്ന് അക്ഷരം തുടങ്ങുന്ന വ്യക്തികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ഈ മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാക്ഷ്യം പറയാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വലത് കവളിൻ്റെ നേരത്തെ പറഞ്ഞത് ഇടത് ചെവിയുടെ താഴെയാണ്, ഇപ്പം പറയുന്നത് വലത് കവള്, അതായത് വലത് ചെവിയുടെ താഴെയുള്ള കവളിന് ആവശ്യമില്ലാത്ത നമുക്ക് അസാധാരണമായ വീക്കമോ മുഴയോ കാണുന്നവരെ ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്നെന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അതുപോലെ ഈ ചൊറിച്ചിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചില ഭാഗങ്ങളെ ഇപ്പം ചെവിയുടെ താഴെയാണോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കക്ഷം ഇതുപോലുള്ള ആംഗിൾസിലെ ചെവി, അതായത് ഒരു ശരീരത്തിൻ്റെ ഭാഗത്തോട് വേറെ ഒരു ശരീരം വന്ന് ചേരുന്ന ഭാഗമില്ലേ, ശരീരഭാഗം വരുന്ന ആംഗിൾസ്, ശരീരത്തിൻ്റെ ആംഗിൾസിൽ ചൊറിച്ചിലുള്ളവർ, മാറാത്ത കടിയും ചൊറിച്ചിലും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് അതായത് ഇതിന് കറുത്ത് കരിവാളിച്ചു പോയ കുറേ ഭാഗങ്ങൾ കാണുന്നുണ്ട്. സെല്ലെല്ലാം നഷ്ടപ്പെട്ടു, കോശങ്ങളെല്ലാം മരവിച്ചു, അതിൻ്റെ സൗഷ്ഠവും ഭംഗിയൊക്കെ പോയിട്ട് അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് വരും. അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ, കുരുക്കൾ പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇപ്പം നമ്മൾ വയറ്റിൽ മുന്തിരിക്കുല എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളില്ലേ, അതുപോലെ തന്നെ കോശങ്ങളിലെ കുരുക്കൾ വന്ന് കിടക്കുന്നത്. കുറേ തരം കുരുക്കൾ, ഇങ്ങനെ ചെറിയ മുത്ത് പോലെയുള്ള കുരുക്കൾ വന്ന രോഗങ്ങൾ, ഉദര രോഗങ്ങളുണ്ടാകും, നെഞ്ചിലുണ്ടാകും, പല സ്ഥലങ്ങളിൽ ഇതുപോലെ രോഗങ്ങളുണ്ടാകും. കർത്താവ് ആ വ്യക്തികളെ സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പൂമൊട്ടിൻ്റെ വലിപ്പത്തിൽ
ഒന്തി നിൽക്കുന്ന സിസ്റ്റുകളെ കർത്താവ്, അതിൻ്റെ ക്യാൻസർ പോലും ആകാൻ സാധ്യതയുള്ളതാണത്, കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, അതായത് ചില ആൾക്കാരുടെ തൊഴിൽ മുട്ടിപ്പോയില്ലേ. പ്രാർത്ഥനയിൽ വന്നപ്പോൾ നമ്മൾ കടകളും കമ്പോളങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ തൊഴിലെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ, ഇപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിസമൊക്കെ എടുത്ത ആൾക്കാർക്ക് തൊഴിൽ കൂടുതലില്ലല്ലോ. അപ്പോൾ അതുപോലെയുള്ള തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നു, അവരൊത്തിരി പഠിച്ചു നിൽക്കുന്നു, പക്ഷെ അവർക്ക് പറ്റിയ തൊഴിൽ കിട്ടണില്ല. അങ്ങനെയൊക്കെ വേദനിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. മക്കളെ, വീട് സ്ഥലവുമില്ലാത്തവർ നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷേ വീടുമില്ല സ്ഥലവുമില്ല, അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്. വീട് പൊളിഞ്ഞതാണ്. പിന്നെ തന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നില്ലേ. അപ്പോൾ നമുക്ക് 45 പ്രാവശ്യമാണ്, അല്ല 45 ദിവസത്തിനുള്ളിൽ 15 ന്യൂനമർദ്ദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഭൂമിയും കാലാവസ്ഥയും വിട്ടു പോണ പോലെ ഇത് വലിയ പ്രാർത്ഥനയുടെ വിഷയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫീസും തുറന്നുകൊണ്ട് ഭൗമ ഉച്ചകോടിയിൽ സാഹിബുമാർ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇതൊരു വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് എല്ലാ കൺട്രിയിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഓഫീസുണ്ട്. എന്താ ചെയ്യണത്? കടലിൽ പോരെന്ന് വിളിച്ച് പറയും കൂടുതൽ പോയാൽ. അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സബ്ജക്റ്റാണത്. 1992 ഭൗമ ഉച്ചകോടിയിലാണ് ആദ്യം വന്നത് ഈ വിഷയം. മരമൊന്നും വിട്ടെടുത്ത് ഭൂമിക്കൊരു കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആമസോൺകാർ തന്നെ ആദ്യം കയറി മരമെല്ലാം വെട്ടി. ബ്രസീലുകാർ അവരെന്താന്നിട്ട് പറഞ്ഞത്? ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോൾ ആദ്യം മരം വെട്ടിയത് ബ്രസീലുകാർ, ആമസോൺകാരാണ്. എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾക്ക് കൃഷി ഇടവില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? മരമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നിങ്ങൾ അവിടെ യുഎൻഐ തീരുമാനം എടുത്തൊരു കാര്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് കാശ് തന്നാൽ മരം ഞങ്ങൾ നിലനിർത്താം, അല്ലെങ്കിൽ വെട്ടി ദൂരക്കളയെന്ന് പറഞ്ഞു. അപ്പം അത് അതാണ് ബ്രസീലിൻ്റെ നയമാണ്. അവർ കാടുള്ളവരൊക്കെ സൂക്ഷിച്ചോ, ഞങ്ങളെല്ലാം അത് ബാക്കിയുള്ളവരാരും അവരെല്ലാം അത് അവരുടെ തൊഴിൽ സങ്കേതങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സൊല്യൂഷൻസ് ഇതാണ്. മനുഷ്യൻ്റെ സൊല്യൂഷൻസ് എല്ലാ രക്ഷയിലും ശിക്ഷ ഉണ്ടാകും, എല്ലാ രക്ഷയിലും. അപ്പം ഇതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ എങ്ങനെയാണ് മഴ പെയ്യണത്? ഞാൻ മഴ കണ്ടിട്ട് പേടിച്ചു പോയി. നമ്മളൊരു 10,000 കുടം എടുത്തിട്ട് ഒരു സ്ഥലത്തിട്ട് കുളിച്ചാൽ എങ്ങനെ ഇരിക്കും? കുടം കമത്തി ഒഴുക്കണ പോലെയാണ് മഴ പെയ്യണത്. അപ്പം ഇങ്ങനെയൊന്നുള്ള ഇത്തരം മഴ നമ്മൾ കണ്ടിട്ടില്ല പണ്ട്. അപ്പം കയ്യിൽ നിന്ന് വിട്ട കളിയായി മാറുന്നു. അപ്പം അതിൻ്റെ പേരിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാകാം. പക്ഷെ ക്ലൈമറ്റ് ചേഞ്ച് ആയാൽ എന്ത് ചെയ്യും? ക്ലൈമറ്റ് ചേഞ്ച് ആകണ എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ചൂടാകണ അറബിക്കടലാണ്. നമ്മുടെ കടലാണ് ഏറ്റവും കൂടുതൽ ചൂടാകുന്നത്. ഭൂമധ്യ രേഖ കൂടി ഉണ്ടാകുക കാരണം ഈ പ്രദേശത്ത് കൂടുതൽ മഴ പെയ്യുകയാണ്. നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോയി സമരം എടുത്ത് ഭൂമധ്യരേഖ മാറ്റാൻ പറ്റുക? അപ്പോൾ നേരെ സൂര്യൻ വീഴുന്ന സ്ഥലത്ത് കൂടുതൽ ഇനിയുള്ള കാലങ്ങളിൽ കടൽ കൂടുതൽ ചൂടാകും. പണ്ടത്തതല്ല, ഇപ്പോഴത്തെ പുതിയ കടൽ ചൂടാകുന്ന രീതിയിൽ, കടലിൻ്റെ ചൂട് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഓസോൺ പാളി അതിൻ്റെ ദൂരം എന്നൊക്കെ അൾട്രാവയലറ്റ് നേരെ വീഴുന്നു, അതുകൊണ്ട് കടൽ ചൂടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് കൊച്ചു വിഷയമൊന്നുമല്ലല്ലോ, ഇത് ആഗോള വിഷയമല്ല, പ്രാപഞ്ചിക സബ്ജക്റ്റാണ്, കോസ്മിക് പ്രോബ്ലമാണ്.
അല്ലാതെ നമ്മുടെ ഒരു ഫാമിലി പ്രോബ്ലം അല്ല, കോസ്മിക് പ്രോബ്ലമാണിത്. ഇതിനെ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രത്തിനും പറ്റത്തില്ല. കടൽ ചൂടാകുന്നതനുസരിച്ച് ന്യൂനമർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്താണ്? അന്തായാലും ഒലിച്ചു പോയ ആൾക്കാരെ കാണാൻ കൂടിയില്ല. ഇപ്പം പെട്ടെന്നല്ലേ സംഭവം ഉണ്ടായത്. എനിക്ക് ഏറ്റവും വലിയ മനുഷ്യൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഇതിന് ദൈവത്തിന് മാത്രമേ. അതുകൊണ്ടാണ് ഈ ആരാധന വെക്കുമ്പോൾ എൻ്റെ മക്കളിപ്പോൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു അച്ഛനുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കടലോരത്താണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. കടൽ കയറുമ്പോഴും അതിനുവേണ്ടി ഹൈക്കോടതി വരെ പോയി കേസൊക്കെ നടത്തി. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നടത്തണമുണ്ടായിരുന്നു. 2 കേസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. കടൽ കയറിയതിന് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്തപ്പോൾ റോഡിന് ഉപരോധിച്ചതിൻ്റെ പേര് 2 കേസുണ്ട്. നാളെ ഉണ്ട് കേസ്. ഇപ്പോൾ നാളെ രാവിലെ ഞാനില്ല, കേസിന് പോകണം. ജനങ്ങൾക്ക് വേണ്ടി നിന്നതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതുപോലെയുള്ള കേസ് നാളെ ഉച്ചവരെ അച്ഛൻ ഇല്ലാതെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ഉടനെ വരൂ. ഇപ്പോഴത്തെ ഒരു രീതി അറിയാമല്ലോ. തിങ്കളാഴ്ച അച്ഛനുള്ള ദിവസം ഏതാണ്? തിങ്കളാഴ്ച, ബുധനാഴ്ച, പിന്നെ വെള്ളി, ശനി, 4 ദിവസങ്ങളിലേ ഫുൾ ടൈം ഇവിടെ നിൽക്കണം. എല്ലാവരും എടുക്കും. ഉടമ്പടി 1 പുതുക്കിയവരെ, 2 പുതുക്കിയവരെ, 3 പുതുക്കിയവരെ, 4 പുതുക്കിയവരെ മാക്സിമം എടുക്കും. 100-120 പേര് വരെ എടുത്തുമ്പോൾ കാലിലിങ്ങനെ നീര് ഇങ്ങനെ വരും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണ്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുക ഇല്ല. ഞാൻ എൻ്റെ 24 മണിക്കൂറിന് വർക്കാണ്. എന്താ കാര്യം? കർത്താവിൽ ആശ്രയിച്ച് ഞാൻ അമ്മയോട് പറയും, അമ്മയുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്താൽ മതിയെന്ന് പറയും. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു കാര്യം നിർബന്ധിക്കത്തില്ല. എനിക്ക് പക്ഷേ ആന്തരിക അഭിഷേകം തന്ന് എൻ്റെ ഒരു അത്രയും ക്രിയേറ്റീവ് വേറെ ആൾക്കാരുള്ളതാണെങ്കിൽ ഒരു വർക്കും ചെയ്തില്ല അവർ. പക്ഷെ എനിക്ക് ആന്തരിക അഭിഷേകം കർത്താവ് തന്ന്. ആന്തരിക അഭിഷേകം 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല. ഒരു 10 കൊല്ലം മുമ്പാണ് ഡയഗ്നോസ് ചെയ്തത്. ഇതൊന്നും വിഷയമല്ല മക്കളെ. ഇതിന് രോഗത്തിന് 2 സൗഖ്യം കിട്ടും നമുക്ക്. ഒന്ന്, രോഗം തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. മറ്റൊരു രോഗത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആന്തരിക അഭിഷേകം തരും. ആന്തരിക അഭിഷേകം തന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കാലങ്ങളിലാണ് എൻ്റെ വർക്കുകളെല്ലാം ഞാൻ ചെയ്തത്. 1000 പേജുള്ള ആത്മകഥയെല്ലാം എഴുതിയത് ഈ കാലത്താണ്. ഇക്കാലത്ത് കുറേ അധികം വർക്കുകൾ ചെയ്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും രോഗമൊന്നും നമ്മളെ ബാധിക്കത്തില്ല, വേർപെടുത്തത്തില്ല. കാര്യം അതിനൊരു ആന്തരിക. അപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുന്നവരെ ഉടമ്പടി 2 കാര്യങ്ങൾ സംഭവിക്കും മക്കളെ. ചില കാര്യങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക അഭിഷേകമാണ്. ഇപ്പം അമ്മയോട് അമ്മയുടെ തന്നെ കാര്യം തന്നെ എന്ത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്കിപ്പോൾ 2:7 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7 എന്താണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ചാണാക്കുഴിയെ പെറ്റുകിടക്കുന്നതും അതാ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഔസേപ്പിതാവും മാതാവും ബെത്ലഹേമിൽ പരാജയപ്പെടുകയാണ്. എന്താ കാര്യം? പണമുള്ളവരെല്ലാം കയറി ഓരോരോ അവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം എല്ലാ വീടുകളിലും കയറി താമസിച്ചു. ഇവർക്ക് അത്രയും കാശില്ലാത്ത കൊണ്ട് അവർ ചാണാക്കുഴി കിടക്കേണ്ടി വന്നു. അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചൊന്നുമല്ല. അത് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്തത്? അമ്മയ്ക്കത് ഫീൽ ചെയ്തില്ല. എന്താണ്? അമ്മ രാത്രി പെറ്റതറിഞ്ഞ് അട്ടടയന്മാർ വരുമ്പോൾ അവർ വന്നിട്ട് പോകുമ്പോൾ പെറ്റതറിയാൻ വേണ്ടി വരികണേ. അമ്മയുടെ അനിയത്തിയൊന്നുമല്ല വരണത്. ആരാ വരുന്നത്? ആട്ടിടയന്മാരാണ് വരുന്നത്. ആൻറ്റിമാരും ബന്ധുക്കളൊന്നുമല്ല വരുന്നത്. ആട്ടിടയന്മാർ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. അവർ വന്ന് നോക്കി നിന്നിട്ടും പോകുമ്പോഴേ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന്. ആരാണ്? നടന്ന എല്ലാ വിഷയങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ ആരാണ്? ദൈവത്തിന് കൊടുത്തു എന്ന്. അപ്പം ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാനാണ്. ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദൈവത്തിന് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ.
ദൈവം നമുക്ക് തരുകയും തരാതിരിക്കണത് ഒന്നും നമ്മുടെ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിഷയമല്ല. ഇതാണ് ഉടമ്പടി ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഉടമ്പടിയിലൊരു ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, അതിന് പ്രാർത്ഥന, കർമ്മമാർഗമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പത്രം കൊടുക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും അതിന് കർമ്മമാർഗം. ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഉടമ്പടിയിൽ നടക്കാൻ വൈകുന്ന വിഷയങ്ങളെ ഓർത്ത് ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടാതിരിക്കുന്നതാണ്. ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്നതാണ് ഉടമ്പടിയിലെ ജ്ഞാനമാർഗം. ഇത് കംപ്ലീറ്റ് പ്രെയറാണിത്, കംപ്ലീറ്റ് പ്രോജക്റ്റാണ് ദൈവത്തിൻ്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിക്ക് ഒത്ത് വളർന്നു വരുമ്പോൾ ഇവിടെ മാത്രമല്ല, നിത്യതയിലും മനുഷ്യൻ വളരും. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആരാധന കർത്താവായ ദൈവമേ, വലിയ പ്രബോധനങ്ങളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഏറ്റവും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലാവസ്ഥ വ്യതിയാനത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഭൂമിയിലെ രാജ്യങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനത്തെ, ഭൂമിയുടെ താപത്തെ, കടൽ വെള്ളം ചൂടാകുന്ന അവസ്ഥകളെ, അത് ന്യൂനമർദ്ദമായി മാറുന്ന അവസ്ഥകളെ, അത് വെള്ളപ്പൊക്കമായി മാറുന്ന അവസ്ഥകളെ, മനുഷ്യന്റെ ജീവനം സ്വത്വം അപഹരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥകളെ, ഈശോയെ, ലോകത്തെ സൃഷ്ടിച്ചവനെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ, നിന്റെ തിരുസന്നിധിയിലെ പ്രപഞ്ചമാതാവായ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലെ സുനാമി ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ മാതാവിന്റെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സമാധാനത്തിന് വേണ്ടി അത് മനുഷ്യന് ജീവജാലങ്ങൾക്ക് അനുകൂലമായി ശബ്ദമാകാൻ വേണ്ടി കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ കരങ്ങള് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മേൽ ഇപ്പോൾ ഉയർത്തണമേ, ഇപ്പോൾ ഉയർത്തണമേ. പരിശുദ്ധമ്മേ, പ്രകൃതിയുടെ അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ദൈവം സൃഷ്ടിച്ചവ ദൈവം തന്നെ ഈ നിമിഷം മനുഷ്യന്റെ പ്രാർത്ഥനകളാല് വിശ്വാസത്താല് ക്രമീകരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ.